அன்பான நண்பர்களே, இன்னு பார்க்க போகிறது எங்களோட சென்னையில் ரெண்டாவது டே பற்றி தான் பார்க்க போகிறீங்க. അപ്പോൾ നേറ്റ് നൈറ്റ് நல்லா തൂങ്ങിയിട്ട് കാലയിൽ ഞങ്ങൾ എണീച്ചിട്ട് ഇനി മലയാളം പറയാം. അങ്ങനെ രാവിലെ എണീറ്റിട്ട് ഇതാ ഇവിടുത്തെ ഒരു ആര്യസ് ഹോട്ടലിൽ വന്ന് മസാല ദോശ കഴിക്കുവാണ്. ഞങ്ങൾ കുഴപ്പമില്ല, അണ്ണാച്ചിമാരുടെ കൂടെ എങ്ങനെ കഴിക്കുവാണ്. മസാല ദോശ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ടൈം പോയി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരുങ്ങി റെഡി ആയിട്ട് ഇതാ ചെന്നൈ സെൻട്രലിലൂടെ ഞങ്ങളിങ്ങനെ ഓട്ടോ പിടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഇതേ കൂട്ടാനും കൂടെ ഗെറ്റപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഫുൾ ഫോർമൽ ഷർട്ടിലേക്കാണ് കൈസ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പാല് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എല്ലാ തമിഴ് സിനിമയിലും നമ്മളെ കാണിക്കുന്ന ഒരു പാലമാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പർപ്പിൾ ടീഷർട്ട് ഇട്ട ഈ അണ്ണ ഞങ്ങളെ കൊണ്ട് ഇതുവഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പല വഴിയിലൂടെ പല ഷോർട്ട് കട്ടിലൂടെ ഒക്കെ കൊണ്ടുപോകണം. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ മെറീന ബീച്ചിന്റെ അടുത്തൂടാണ് പോകാൻ പോകുന്നത്. ഭയങ്കര ബീച്ച് ആട്ടാ ഇത്. ഇവിടുത്തെ ഒരു മഞ്ഞ ഓട്ടത് ആ സ്പീഡിൽ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഇന്റർവ്യൂ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തോന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും ആവട്ടെ, കിട്ടട്ടെ എന്നുള്ള രീതിയൊക്കെയാണ്. എന്നിട്ട് ഇവിടുത്തെ ക്യാൻറ്റീൻ ഒരു സമോസയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി വന്ന വഴി തന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു റൂമിൽ ഞങ്ങൾ ഇറങ്ങി വേറെ റൂമിലോട്ട് വന്നിട്ട് ഇവിടുന്ന് ഞങ്ങൾ ഇവിടെ റൂം സർവീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പൈസ കൂടി അങ്ങോട്ട് എണ്ണിക്കെടുക്കണമെന്നേ ഉള്ളൂ. ഓർഡർ ചെയ്തെന്ന് വെച്ചാൽ 2 ഫ്രൈഡ് റൈസ് ആണ്. ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഫ്രൈഡ് റൈസ് കൊള്ളാം, നല്ല ഇച്ചിരി സ്പൈസി ആണ്. എന്നിട്ട് ചിക്കനൊക്കെ പീസൊക്കെ കൊള്ളായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഫുള്ളും കഴിച്ച് ഇനി നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഡേ 3 ഇതിന്റെ ഭാഗമായിട്ട് ഒന്നും കൂടി ഞങ്ങൾ ചെന്നൈ നിൽക്കേണ്ടി വന്നു. അപ്പോൾ അന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫൈനലി റൂമിലേക്ക് വന്നു. എന്നിട്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ചെന്നൈയിലെ ലാസ്റ്റ് ഡേ ആണ് നിന്ന്. ഇനി റൂമിനകത്തോട്ട് ഒന്ന് കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് ലാസ്റ്റ് ആയിട്ട് ഇവിടുത്തെ ഫുഡ് ഒന്ന് ഓർഡർ ചെയ്ത് കഴിക്കാൻ പോകേണ്ടി പോകണം. അതേ ഫ്രൈഡ് റൈസും വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.